കൊച്ചുവേളി മൈസൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ ദുരിതയാത്രയായിരുന്നു. കനത്ത മഴയിൽ സെക്കൻഡ് AC കമ്പാർട്ട്മെൻറ്റ് ചോർന്നൊലിച്ചു. യാത്രക്കാരുടെ ബാഗുകളെല്ലാം നനഞ്ഞുപോയി. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്. ഇവിടെ വെച്ച് ഇത് ആര് ഷൂട്ട് ചെയ്തതാണ്? ഇപ്പോൾ യാത്രക്കാർ വല്ലതും ഷൂട്ട് ചെയ്ത് അയച്ചതാണോ നമുക്ക്? SKN വെരി ഗുഡ് മോർണിംഗ്. വന്ദേ ഭാരത് അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള ട്രെയിനുകൾ വരുമ്പോഴും കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഒരു യാത്രക്കാരൻ തന്നെ നമുക്ക് അയച്ചു തന്ന ദൃശ്യങ്ങളാണ് ഇത്. ഇന്നലെ ഉച്ചയ്ക്കാണ് കൊച്ചുവേളിയിൽ നിന്നും ഈ ട്രെയിൻ മൈസൂരിലേക്ക് പുറപ്പെടുന്നത്. അത് രാത്രിയോടുകൂടി എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. സെക്കൻഡ് AC-യിലാണ് ചോർന്നൊലിക്കുന്ന രീതിയിൽ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ യാത്രക്കാരൻ തന്നെ നമ്മളോട് പറഞ്ഞത് അവർക്ക് ബാഗുകളൊന്നും തന്നെ നിലത്ത് വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വെള്ളം കോച്ചിനുള്ളിലേക്ക് വരെ കയറി. അതുകൊണ്ട് വലിയ ദുരിതം സഹിച്ചാണ് അവർ യാത്ര നടത്തിയതെന്നാണ് പറയുന്നത്. TTR-നോട് ഉൾപ്പെടെ ഈ അവസ്ഥ പറഞ്ഞെങ്കിലും അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് മഴ കുറഞ്ഞ സാഹചര്യത്തിൽ ഈ ചോർന്നൊലിക്കുന്നതും കുറഞ്ഞു. അങ്ങനെ യാത്ര തുടരുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും ഇക്കാര്യങ്ങളിൽ റെയിൽവേ ഒരു കൃത്യമായൊരു ഇടപെടൽ നടത്തണമെന്നാണ് നമുക്കും പറയാനുള്ളത്. കാരണം വന്ദേ ഭാരത് അടക്കമുള്ള പല പുതിയ ട്രെയിനുകൾ വരുമ്പോഴും കേരളത്തിലൂടെ യാത്ര നടത്തുന്ന സാധാരണ ട്രെയിനുകളെയാണ് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ആ ട്രെയിനുകളിലാണ് ഇത്തരത്തിൽ ഒരു ദുരിത യാത്ര ഉണ്ടാകുന്നത്. അതിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഇടപെടൽ വേണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. നമുക്കും അത് തന്നെയാണ് ആവശ്യപ്പെടുവാനുള്ളതും. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.